പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ 2 മാസം, അതായത് ഈ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് വെക്കേഷൻ സമയത്ത് എല്ലാവരും സ്കൂൾ പൂട്ടാൻ വേണ്ടി കാത്തു നിൽക്കും അമ്മ വീട്ടിലൊക്കെ താമസിക്കാൻ പോകാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് അച്ഛൻ, അമ്മ, മക്കൾ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള രീതിക്ക് ഒതുങ്ങിയതിന് ശേഷം അങ്ങനെ താമസിക്കാൻ പോകുന്നതൊക്കെ കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ ഏരിയയിലൊന്നും ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറേ താമസിക്കാം. അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ, അനിയത്തീൻ്റെ വീട്ടിൽ, അമ്മ വീട്ടിലൊക്കെ 2 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാവില്ല, മൊത്തം താമസിക്കാൻ പോലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു പോക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബന്ധുവീട് സന്ദർശനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ പോയതാണ്. ഇവിടെയൊക്കെ മാത്രമേ ഇപ്പോഴും ഇങ്ങനെയൊക്കെ കാണാനുള്ളൂ. പശു, ആട്, കോഴി, അതേപോലെ തന്നെ കൃഷി ഇപ്പം എന്നാലും നമ്മൾ ഏകദേശം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് കാര്യങ്ങളാണിതൊക്കെ. പശു ഉണ്ടായിരുന്നു. മാമി ഇപ്പം പുതിയൊരു പശുവിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തും കോഴീൻ്റെ അടുത്തും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഋഷീനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവനെയും കൊണ്ട് കറങ്ങുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ്. ഒരു കുഞ്ഞു മാവായിരുന്നു, അതിൽ 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കാണിച്ചു തരുന്ന ആരാന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോള്, അതായത് ഈവയാണ് കാണിച്ചു തരുന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരാണ്, അത് ചെതളാണ് കഴിക്കുക, ചെതൾ കഴിച്ചാൽ നല്ലോണം വലുതാവും. ഈ കളറ് മുക്കിയിട്ടുള്ള കോഴിക്കുട്ടി ഉണ്ടല്ലോ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് ഈ ഒരു പുളി കണ്ടത്. ഞങ്ങൾ ഇവിടെ വിലുമ്പി എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് പറ. അപ്പോൾ ഇതിട്ടിട്ട് മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറേ അതും പറിച്ചു. ഉപ്പിലിടുകയും അച്ചാറിടുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര അവിടത്തേക്കായിരുന്നു. നാട്ടിൽ വന്നത് പ്രമാണിച്ച് ഒന്ന് അവിടെ പോയതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ വലിയ നഷ്ടങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ അന്നത്തെ കാലത്ത് നമുക്കറിയില്ലായിരുന്നു നമുക്ക് കിട്ടുന്നത് അത്രയും നല്ല നല്ല സുന്ദരമായ നിമിഷങ്ങളാണെന്നുള്ളത് നമുക്ക് അന്നത്തെ കാലത്ത് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് നല്ലൊരു കാലഘട്ടമായിരുന്നു എന്നുള്ളത്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ നഷ്ടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സൗകര്യങ്ങളും ടെക്നോളജിയൊക്കെ വലുതായി. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ഇവിടെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും പഴയ കുറേ കാര്യങ്ങൾ പിന്നെയും തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ഋഷി ഉണ്ടായിരുന്നു ഇന്ന് കൂടെ, അതുകൊണ്ട് അവനും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവനൊന്നും മനസ്സിലാവില്ല എങ്കിൽ പോലും അവന് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു.